നമസ്കാരം. T20 ലോകകപ്പിന്റെ സൂപ്പർ 8 ഉറപ്പിച്ചു കഴിഞ്ഞ ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിന് ഒരുങ്ങുകയാണ്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് നടക്കാനിരിക്കുന്ന മത്സരത്തിൽ കാനഡയാണ് ഇന്ത്യയുടെ എതിരാളികൾ. അമേരിക്കയിലെ തന്നെ ഫ്ലോറിഡയിലാണ് ഈ ഒരു മത്സരം. ആദ്യ 3 മത്സരവും ഇന്ത്യ കളിച്ചത് ന്യൂയോർക്കിലായിരുന്നു. സൂപ്പർ 8 മുൻപ് ടീമിൽ ഇനിയും അവസരം ലഭിക്കാതെ പുറത്തിരിക്കുന്നവരെ പരീക്ഷിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കാനഡയ്ക്കെതിരെ ചില അഴിച്ചുപണികൾ ഇന്ത്യ തീർച്ചയായും നടത്തിയേക്കും. വിരാട് കോഹ്ലി ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും കാനഡയ്ക്കെതിരെ അദ്ദേഹത്തെ ഈ റോളിൽ നിന്നും മാറ്റാനുള്ള സാധ്യത കുറവാണ്. ഒരവസരം കൂടി ചിലപ്പോൾ വിരാട് കോഹ്ലിക്ക് നൽകാനാണ് സാധ്യത. ഫോം വീണ്ടെടുക്കാൻ കോഹ്ലിക്ക് മുന്നിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു അവസരമായിരിക്കും ചെറു ടീമായ കാനഡയ്ക്കെതിരായ മത്സരം. ഇതിൽ നല്ലൊരു സ്കോർ കുറിക്കാനായാൽ സൂപ്പർ 8 ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ കോഹ്ലിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ആശങ്കകളും മാറിയേക്കും. നായകൻ രോഹിത് ശർമ്മയും കോഹ്ലിയും തന്നെ കാനഡയ്ക്കെതിരെയും ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. 3-ാം നമ്പറിൽ ഋഷഭ് പന്ത് എന്തായാലും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ റോളിൽ നിന്നും മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ ഇന്ത്യ ഒരുപക്ഷെ എന്തായാലും ശ്രമിച്ചേക്കില്ല. അയർലൻഡ്, പാകിസ്ഥാൻ എന്നിവർക്കെതിരെ 3-ാം നമ്പറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഋഷഭ് പന്തിന് സാധിച്ചിരുന്നു. 4-ാം നമ്പർ സൂര്യകുമാർ യാദവിന് തന്നെയായിരിക്കും ഉണ്ടാവുക. ആദ്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും അമേരിക്കയ്ക്കെതിരെ സൂര്യ ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു. 50 റൺസാണ് പുറത്താകാതെ സൂര്യകുമാർ ഈ മത്സരത്തിൽ നേടിയത്. സൂപ്പർ 8 അടുത്തെത്തി നിൽക്കെ ടൂർണമെന്റിന്റെ നിർണായക ഘട്ടത്തിൽ സൂര്യ ഫോമിലേക്ക് ഉയർന്നത് ഇന്ത്യക്ക് വലിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. കാനഡയ്ക്കെതിരെ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് കൂടി കളിക്കാനായാൽ അത് സൂര്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. ഒപ്പം തന്നെ ഇന്ത്യയുടെ മധ്യനിരയുടെ കെട്ട് ഉറയ്ക്കുകയും ചെയ്യും. സൂര്യയ്ക്ക് ശേഷം 5-ാം നമ്പറിൽ മലയാളി താരം സഞ്ജു സാംസൺ വരുമെന്നാണ് ഒരുപാട് പ്രതീക്ഷകളുള്ളത്. എന്തായാലും ആരാധകരുടെയും ക്രിക്കറ്റ് നിരീക്ഷകരുടെയും എല്ലാം തന്നെ ആവശ്യമെല്ലാം പരിഗണിച്ച ഈ ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിർന്നേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സഞ്ജുവിന് അവസരം ഇനിയും നൽകിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് രോഹിത് ശർമ്മയും ടീം മാനേജ്മെൻറ്റും എല്ലാം തന്നെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഈ ഒരു മത്സരത്തിൽ എന്തായാലും ഇറക്കിയേക്കും. ശിവം ദുബൈക്കാകും ഇതോടെ പുറത്തു പോകേണ്ടി വരിക. ആദ്യ 2 മത്സരത്തിലും വമ്പൻ പരാജയ പ്രകടനം പുറത്തെടുത്ത ദുബൈ അമേരിക്കയ്ക്കെതിരെയാണ് നേരിയ രീതിയിലൊന്ന് ഫോം എടുത്തത്. പുറത്താകാതെ 31 റൺസാണ് അദ്ദേഹം നേടിയത്. എങ്കിലും കാനഡയ്ക്കെതിരെ സഞ്ജുവിന് നറുക്ക് വീഴാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. കാരണം ഈ മത്സരത്തിലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല എങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് ഇനി പരീക്ഷിക്കാൻ സാധിക്കുകയുമില്ല. സൂപ്പർ 8 ഓരോ മത്സരവും അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ദുബൈയേക്കാൾ നന്നായി ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിന് അവസരം നൽകിയേക്കുമെന്ന് തന്നെയാണ് വിവരം. ഈ ഒരു മത്സരത്തിൽ സഞ്ജുവിൻ്റെ പ്രകടനം എങ്ങനെയിരിക്കുമോ അതുപോലെ ഇരിക്കും സൂപ്പർ 8 ഭാവി മത്സരങ്ങളിൽ സഞ്ജുവിൻ്റെ നിലനിൽപ്പ്. ഈ ഒരു മത്സരത്തിലും സഞ്ജു ഫ്ലോപ്പായാൽ സന്നാഹ മത്സരവും അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തെയും ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് സഞ്ജുവിനെ മാറ്റി നിർത്താൻ സാധിക്കും. മറിച്ച് സഞ്ജു ഇതിൽ ഗംഭീര പ്രകടനം നടത്തുകയാണെങ്കിൽ അത് പാരയാകുന്നത് എന്തായാലും ശിവം ദുബൈക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാനഡയ്ക്കെതിരെ സഞ്ജു ഈ ഒരു റോളിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. 6-ാം നമ്പർ വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയ്ക്കുള്ളതാണ്. ബാറ്റിങ്ങിൽ കാര്യമായ അവസരം ലഭിച്ചില്ല എങ്കിലും ബൗളിങ്ങിൽ താരതമ്യേന മോശമല്ലാത്ത പ്രകടനമാണ് പാണ്ഡ്യ പുറത്തെടുക്കുന്നത്. 7-ാം നമ്പറിൽ രവീന്ദ്ര ജഡേജ ഉണ്ടാകില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പകരം അക്ഷർ പട്ടേലിനെ ഈ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ ഒരു പക്ഷേ പ്രൊമോട്ട് ചെയ്തേക്കും. ജഡേജയ്ക്ക് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെയാണ് ഇന്ത്യ കളിപ്പിക്കുക. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ജഡേജ കാര്യമായി ഒന്നും ചെയ്യുന്നതില്ല എന്നതാണ് കുൽദീപിന് അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ. എന്നാലും പേസ് നിരയിൽ ഇന്ത്യ അത്രയും മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ന്യൂയോർക്കിലെ പിച്ചിൽ പേസർമാരുടെ പ്രകടനം അത്രയും നിർണായകമാണ്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് എന്നിവരെല്ലാം തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത.